ഹലോ, ഞാൻ ആശിഷ്. ഇന്ന് ഞാനും സ്നേഹയും കൂടി ചെയ്യാൻ പോണത് കമൺടുലുവിലെ ഒരു ഫ്ലോട്ടിംഗ് ലഞ്ചാണ്. ഫ്ലോട്ടിംഗ് പിക്നിക് ലഞ്ചാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കയറാം. ഫ്ലോട്ടിംഗ് പിക്നിക് ലഞ്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് പിക്നിക് ലഞ്ച് വരുന്നത്. ഇപ്പോൾ ഇവരോട് സെറ്റ് ചെയ്തേക്കുന്നത് മൊത്തം എന്താ പറയുക, ഒരു കോയി പോണ്ടാണ്, ഫുൾ ഫിഷസാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ കയറി പോകേണ്ടത്. നമുക്ക് ഇതിനകത്ത് കയറുന്നതിന് മുമ്പ് അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു തരും. കൂടാതെ അവരുടെ സ്റ്റാഫ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. 2-3 പേര് നമ്മൾ ഭയങ്കരമായിട്ട് ഗൈഡ് ചെയ്ത് നമ്മുടെ സൈഡിൽ കൂടെയൊക്കെ വരും. അവരെപ്പോഴും നമ്മൾ ചെയ്യുന്നതെല്ലാം കറക്റ്റല്ലേ നോക്കാനായിട്ട്. ഭയങ്കര ആഴമില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ശരിയാണ്, നമുക്ക് അടിയിലേക്ക് അങ്ങനെ കാണാൻ പറ്റില്ലായിരുന്നു, കുറച്ച് ഡാർക്കായിട്ട് തന്നെയാണ്. സ്നേഹയ്ക്ക് അത്യാവശ്യം പേടിയായിരുന്നു ഇതിൽ കയറാനും ഇരിക്കാനും ഒക്കെ. പക്ഷെ അവർ നന്നായിട്ട് ഗൈഡ് ചെയ്യും, അവരെപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ അത്യാവശ്യം പേടിയൊക്കെ മാറിയായിരുന്നു. അപ്പോൾ ആദ്യമേ നമ്മളിതിന് പോകുന്നതിന് മുമ്പ് നമുക്ക് ഫോട്ടോസും അങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ ഒറ്റയ്ക്കായിട്ടുള്ള രീതിയിൽ ചെയ്യും. പിന്നെ ഞങ്ങൾ ഒരു ഫോട്ടോഗ്രാഫറിനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളും ഫോട്ടോസ് എടുക്കാനായിട്ട് പല പോസ്റ്റുകളും പറയായിരുന്നു. പിന്നെ ഇങ്ങനെ തള്ളി വിട്ട് നമ്മളൊന്ന് വലിച്ച് നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പേടി മാറാനും നമ്മളിതിനോട് അഡാപ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ്. Can I catch one? Oh. എന്നിട്ടാ കൈ കൊണ്ട് ഫുഡ് കഴിക്കുക. Too big, right? നമുക്ക് ചെറിയ 2 ബക്കറ്റ് ഫിഷ് ഫീഡും തന്നായിരുന്നു. അത് നമുക്ക് ഇതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഞങ്ങൾ 2 രീതിയിലാണ് ചെയ്തിട്ടുണ്ടായത്. സ്നേഹ മാത്രം ഒറ്റയ്ക്ക് കുറച്ച് നേരം ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ ഇടയിലെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഫിഷിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ പറഞ്ഞു വെച്ചാൽ അപ്പുറത്തുനിന്ന് സ്നേഹ ഒറ്റയ്ക്ക് ഒരു സൈഡിൽ കൂടി വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നമുക്ക് കുറച്ചധികം സമയം ഇവർ തരുന്നുണ്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാനായിട്ടും. പിന്നെ നമ്മുടെ പേടിയൊക്കെ മാറി പതിയനെ വഞ്ചിയിൽ കയറി ഇരിക്കാനൊക്കെ ആയിട്ട്. എന്ന് വെച്ചാൽ ഇവിടെ തുഴയാനായിട്ട് അവർ തന്നെ നമ്മളെ തുഴഞ്ഞു കൊണ്ടുപോകും. നമുക്ക് വേണമെങ്കിൽ നമുക്ക് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റാഫ് തന്നെ കൂടെ ഇരുന്ന് നമ്മളെ തുഴഞ്ഞു കൊണ്ടുപോകും. അപ്പോൾ അത് അങ്ങനെ പോകണമായിരിക്കും കുറച്ചും കൂടി എളുപ്പം. എന്ന് വെച്ചാൽ ഇവിടെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട്, അത് വെള്ളത്തിലെ ഓക്സിജൻ്റെ അളവിന് വേണ്ടിയിട്ട് അവരിങ്ങനെ വെള്ളം ഫിൽറ്റർ ചെയ്യാനും വേണ്ടിയിട്ടായിട്ട് അവരിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിരുന്നു പണ്ടിങ്ങനെ ഒറ്റയ്ക്ക് പോയവർ പലരും അറിയാതെ ആ വെള്ളച്ചാട്ടത്തിൽ പോയി ബോട്ടിനകത്ത് മുഴുവൻ വെള്ളമായിരുന്നു. അതുകൂടാതെ തന്നെ അവരുടെ മേലൊക്കെ നനഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ദൂരം അവർ ഉപയോഗിക്കാൻ തരുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ഒരു സേഫ് സൈഡ് എപ്പോഴും നമ്മൾ അവരുടെ കൂടെ തന്നെ പോകുന്നതായിരിക്കും. പിന്നെ ഇതെല്ലാം ഞങ്ങൾ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ അവിടെ പെട്ടെന്ന് തന്നെ ഇത് ബുക്ക്ഡ് ഔട്ട് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്, ലഞ്ചും ഉണ്ട്, ഡിന്നറും ഉണ്ട്. അപ്പോൾ നമ്മുടെ കൺവീനിയൻ്റ് ഏതാണോ അതിനനുസരിച്ചിട്ട് ചെയ്യാം നമുക്കപ്പോൾ. ഞങ്ങൾ ഇത് കിട്ടിയ ദിവസമാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യണേണ്ട ഒരു ഇതില്ലാന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിത് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഫുഡ് നമുക്ക് പറയാം. ഒന്നല്ലെങ്കിൽ നോൺ വെജ് ഉണ്ട്, വെജ് ഉണ്ട്. അപ്പോൾ നോൺ വെജിൽ തന്നെ പല സെഗ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്താണ് അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്ന് വെച്ചാൽ ഇതിനകത്ത് നന്നായിട്ട് മീനിൻ്റെ വെള്ളം നന്നായിട്ട് നമ്മൾ തീറ്റയ്ക്ക് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരും.
ഒരുപാട് വെള്ളം ഇതിലേക്ക് തെറിച്ചായിരുന്നു. വെള്ളത്തിന് തന്നെ നല്ല മണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെ വെള്ളം തെറിച്ച കാരണം കൊണ്ട് തന്നെ നമ്മളധികം കഴിച്ചില്ലായിരുന്നു. വെച്ചാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിട്ട് അവർ മൂടി തന്നിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, കോക്കനട്ട് വാട്ടറും അങ്ങനെ സാധനങ്ങൾ മാത്രമാണ് കുടിച്ചത്. ബാക്കിയെല്ലാം നമ്മൾ വേറെ പുറത്ത് കൊണ്ടുപോയി അവർ സെർവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പോകുമ്പോൾ പോലും നമ്മൾ 2 സൈഡിലും അവരെ സ്റ്റാഫ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം അവരായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ? നല്ലായിരുന്നു. ഇച്ചിരി ചൂട് കൂടുതൽ. 2 പ്രാവശ്യം മാത്രമേ ഉണ്ടായുള്ളൂ ബോട്ടിലിരുന്നപ്പോൾ. സത്യമായിട്ടോ അത് ഭയങ്കര പൊള്ളലായിരുന്നു അല്ലേ? നല്ല പൊള്ളലായിരുന്നു. അനങ്ങാനും പറ്റില്ലായിരുന്നല്ലോ പുഴയിലും. ബോട്ട് കിടന്ന് ചരിയുന്ന അനം പറ്റും. ഞാൻ വിചാരിച്ചു നിന്നെ വെള്ളത്തിൽ മുങ്ങി എടുക്കേണ്ടി വരിക്കുന്ന വിചാരിച്ചേ. അതർവൈസ് നൈസായിരുന്നു. ആക്ച്വലി ഫോട്ടോഗ്രാഫറും രണ്ടും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ആക്ച്വലി നമ്മൾ ഫോട്ടോഗ്രാഫർ എക്സ്ട്രാ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇട്ടേക്കാം. അത് നമുക്ക് പുറത്തൊന്നും ബുക്ക് ചെയ്യാൻ പറ്റില്ല, ഇവിടെ തന്നെ ബുക്ക് ചെയ്യണ്ടേ. പുറത്തുനിന്ന് ബുക്ക് ചെയ്തതിന് എൻട്രൻസ് ഫീ ഉണ്ട്, അത് 1 million ആണ്. ഫോട്ടോ മാത്രമേ ഒരു പാക്കേജ്, വീഡിയോയും കൂടെ ആണെങ്കിൽ വേറെ പാക്കേജ്, ഡ്രോൺ ആണെങ്കിൽ വേറെ പാക്കേജ്. ഇപ്പോൾ കയ്യിൽ ആദ്യം വന്നപ്പോൾ ഡ്രോൺ നമ്മളോട് പറത്തരുതെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു ഡ്രോൺ പാക്കേജ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വേറൊരു ആൾ വന്ന് നിൽക്കും നമ്മുടെ കൂടെ. എത്രത്തോളം ഹൈറ്റിലാണ് നമ്മൾ ഡ്രോൺ പറത്തുന്നതിനൊക്കെ നോക്കിയിട്ട്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നുണ്ടാവുക. ഇതാണ് നമ്മുടെ കഫേ. ഈ കഫേയിലാണ് നമ്മുടെ ലഞ്ച് അവർ സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ആ കഴിച്ച ഫുഡ് തന്നെയാണ് കേട്ടോ, അല്ലാതെ വേറെയാണ്. താങ്ക് യു. താങ്ക് യു. ഇതാണ് ഞങ്ങളുടെ പിക്നിക് ലഞ്ച്. എങ്ങനെയുണ്ടോ ഫുഡ്? അത് കഴിച്ച് നോക്കിയിട്ട്. ഇത് സീ ഫുഡിൻ്റെയാണ്. ചിക്കൻ്റെ അവർ ഞങ്ങൾക്ക് മാറ്റി വെള്ളം തെറിച്ചാൽ കൊണ്ട് മാറ്റി തരാൻ കൊണ്ടേക്കാം. ഇതിനകത്ത് പ്രോൺസിൻ്റെ ഉണ്ട്, പിന്നെ പിന്നെ ഒരു പേസ്ട്രി മാതിരി സാധനം വെച്ചിട്ടുണ്ടല്ലേ, പിന്നെ കോക്കും. അത് മറ്റേ പാൻ കേക്കും ആണോ? പിന്നെ 2 ഡ്രിങ്ക്സ് മാറ്റുണ്ട്.